ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും അല്പം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന 6 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 2019ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് 300 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന വീടിൻ്റെ ഫ്രണ്ടിലായി 5 മീറ്ററോളം വീതി വരുന്ന റോഡാണ് കാണാൻ കഴിയുക. ഒരു ഡെഡ് എൻഡിലായി നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഗസ്റ്റ് പാർക്കിംഗ് ഏരിയ ഇവിടെയായി ലഭിക്കുന്നുണ്ട്. മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാം. സ്പോട്ട് ലൈറ്റുകളും ഗാർഡനെല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഫ്രണ്ടിലെ മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഒരു കോർണർ പ്ലോട്ടായതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്നുണ്ട്. കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ചിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇൻ്റർലോക്ക് കട്ടയെല്ലാം വീടിൻ്റെ മുറ്റത്ത് വിരിച്ചിട്ടുണ്ട്. ഒരു പുതിയ മോഡലുള്ള കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്കും ഗാർഡനെല്ലാം സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിർമ്മാണം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരെ കാണുന്ന ഭാഗത്താണ് കിണർ വരുന്നത്. അത് വടക്കിഴക്കേ മൂല തന്നെയാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള നാച്ചുറൽ ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും നമുക്ക് കാണാൻ നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലും അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് വരുന്നുണ്ട്. ഈ വർക്ക് ഏരിയ കാണുന്ന സ്പേസിൻ്റെ പുറകിലാണ് കിണർ വരിക. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വലിയൊരു സിറ്റ് ഔട്ട് വീടിൻ്റെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. നല്ല വുഡിൻ്റെ പാനലിംഗ് എല്ലാം ചെയ്തിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് കാണാൻ കഴിയുക. തേക്കുമാഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായൊരു ലിവിംഗ് ഹാൾ ഇവിടെ കാണാൻ കഴിയും. ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ലിവിംഗ് ഹാൾ ഏരിയയാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി 5 അടിയോളം വലിപ്പം വരുന്ന മാറ്റ് ഫിനിഷിന് വരുന്ന വെട്ടിഫ്രൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായി മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ കാണാൻ കഴിയും. നല്ല രീതിയിലുള്ള വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി വിൻഡോ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയായി ഒരു കോർട്ട്യാർഡ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്യാനുണ്ട്. ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഇനി ഈ വീടിനായി പെൻഡിങ് ഉള്ളൂ. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ല ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയയാണ്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചണിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഗ്രേ കളറിൽ വരുന്ന കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ചിമ്മിനിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചൺ കൂടാതെ സെക്കൻഡറി കിച്ചണും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലാബും സിങ്കും കബോർഡ് വർക്കും ഇവിടെയും വരാനുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ്. ജാഗോറിൻ്റെ കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ജെറ്റ് ബോഡി ഷവറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായൊരു ബാത്റൂം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ ഒരു വിൻഡോ നമുക്ക് കാണാം. ബേ വിൻഡോ മോഡലാണ് നിർമ്മാണം. വലിപ്പമുള്ള കബോർഡ് വർക്ക് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും.
എല്ലാ സ്ഥലത്തും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വി ഗാർഡിൻ്റെ സ്വിച്ചും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചും വി ഗാർഡിൻ്റെ വയറുകളുമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ജെറ്റ് ബോഡി ഷവർ വരുന്നത്. ഇനി നമുക്ക് തിരിച്ച് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് ഏരിയ വരുന്നത്. അതിൻ്റെ താഴെയും മുകളിലുമായി വിശാലമായ ഒരു ഓപ്പൺ ഏരിയ കാണാം. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. വുഡിൻ്റെ കവേർഡോടുകൂടി വരുന്ന ഒരു സ്റ്റെയർ കേസ് ഏരിയ കാണാം. കോൺക്രീറ്റിൽ ഫുള്ളായി വുഡ് പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ട്രീറ്റഡ് വുഡാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഹാൻഡ് ഡ്രില്ലിനായി ടഫൻ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസാണ്. പൊടി പിടിക്കാതിരിക്കാൻ അതിൻ്റെ മേളിൽ കവറിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. അവിടെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്. നല്ല രീതിയിൽ വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലുള്ള വിൻഡോ ഈ ഒരു ഭാഗത്തെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്താണ് ഓപ്പൺ ഏരിയ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ലിവിംഗ് ഹോളിലേക്കുള്ളൊരു ഓപ്പൺ ഏരിയ ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാൻ കഴിയുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് ചെല്ലാം. താഴെ കണ്ട ബെഡ്റൂമുകളുടെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ് മുകളിലെ നിലയിലും വരുന്നത്. അതേ രീതിയിലുള്ള കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അറിയാം, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജും. അതിനടുത്ത് തന്നെയാണ് ലോ കോളേജ് മുതലെല്ലാം വരുന്നത്. പുതിയതായി വരുന്ന കോടതി സമുച്ചയവും ആ ഒരു ഭാഗത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലാണ് വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 4 ബാത്റൂമുകൾ 4 ബെഡ്റൂമിനും ലഭ്യമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കുറച്ചല്പം മാറി നിൽക്കുന്ന രീതിയിൽ 6 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 1,48 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.